ലാപ്ടോപ്പ് സ്ക്രീനിൽ മണിക്കൂറുകളോളം കണ്ണിമ വെട്ടാതെ നോക്കുമ്പോൾ പകൽ സമയത്ത് ഉറക്കം വരുന്നത് അസാധാരണമല്ല. എന്നാൽ ഇത് മറ്റെല്ലാ ദിവസവും നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമിതമായ ഉറക്കമുണ്ടാകാം. ഇത് ഹൈപ്പർസോംനിയ എന്നാണ് പറയപ്പെടുന്നത്. ഈ അവസ്ഥ മോശം ഉറക്കത്തിൻ്റെ ഗുണനിലവാരമല്ലെങ്കിൽ ആരോഗ്യ തകരാറിനെയാണ് സൂചിപ്പിക്കുന്നത്. സങ്കീർണതകൾ ഒഴിവാക്കാൻ നിങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുകയും പ്രശ്നം കൈകാര്യം ചെയ്യുകയും വേണ്ടതാണ് അത്യാവശ്യം. നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര വിശ്രമം ലഭിക്കാത്തതിനാൽ നമുക്ക് ഉറക്കം വരുന്നതിനാൽ മോശം ഉറക്കമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇതിലേക്ക് നയിച്ചേക്കാം. വിശ്രമവേളയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ക്രമമായ പ്രവർത്തനം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. വൈദ്യശാസ്ത്രത്തിൽ പകൽ സമയത്ത് ഉറക്കം വരുന്നതിനെ അമിതമായ പകലുറക്കം അല്ലെങ്കിൽ ഹൈപ്പർസോംനിയ എന്ന് വിളിക്കും. അമിതമായ പകലുറക്കം അല്ലെങ്കിൽ ഹൈപ്പർസോംനിയ വിശ്രമവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അവിടെ നിങ്ങൾക്ക് പകൽ സമയത്ത് ഉണർന്നിരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പകൽ സമയത്ത് വിശ്രമിക്കാനുള്ള ആഗ്രഹം കൂടുന്നു. പ്രത്യേകിച്ചും നിങ്ങൾ ഉദാസീനവും നിഷ്ക്രിയവുമായിരിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോഴോ പുസ്തകം വായിക്കുമ്പോഴോ. ഉറക്കം കുറവായിരിക്കുമ്പോൾ മിക്ക ആളുകൾക്കും വിശ്രമിക്കാനുള്ള ആഗ്രഹം അനുഭവിക്കുന്നുണ്ടെങ്കിലും അമിതമായ ഉറക്കമുള്ള ആളുകൾക്ക് കുറഞ്ഞത് 3 മാസമെങ്കിലും എല്ലാ ദിവസവും ഈ മയക്കം അനുഭവപ്പെടും. അപകട സാധ്യത വർദ്ധിക്കുന്നതിനാൽ അപകടകരമായേക്കാവുന്ന ഉറക്കം അവർ ആവർത്തിച്ച് അനുഭവപ്പെടും. ഉറക്കവും ക്ഷീണവും തമ്മിൽ എങ്ങനെ വേർതിരിക്കാമെന്ന് ആദ്യം മനസ്സിലാക്കണം. മയക്കവും ക്ഷീണവും ആശയക്കുഴപ്പത്തിലാക്കുന്നത് എളുപ്പമാണ്. കാരണം ഈ രണ്ടവസ്ഥകളിലും നിങ്ങൾക്ക് മന്ദത അനുഭവപ്പെടും, ഉറങ്ങാൻ ആഗ്രഹിക്കും. പക്ഷേ ഉറക്കവും ക്ഷീണവും തമ്മിൽ വേർതിരിച്ചറിയാൻ ഒരു വഴിയുണ്ട്. രണ്ടാമത്തേതിൽ നിന്നും കഷ്ടപ്പെടുമ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടിട്ട് നിങ്ങൾ ഒഴുകിപ്പോകില്ല. എന്നാൽ മുമ്പത്തെ അവസ്ഥയിൽ അത് അങ്ങനെയല്ല. പകൽ സമയത്ത് നിങ്ങൾ ഉറക്കം തോന്നുന്നുവെങ്കിൽ ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അമിതമായ പകലുറക്കം കൊണ്ടുള്ള ജാഗ്രത കുറവ്. ഈ ഉറക്കപ്രശ്നമുള്ള ആളുകൾക്ക് പ്രതികരണ സമയം മന്ദഗതിയിലായിരിക്കും. അമിതമായ ഉറക്കം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് വെല്ലുവിളിയായി മാറും. പുതിയ ആശയങ്ങളെ മനസ്സിലാക്കുന്നതോ വെല്ലുവിളിയാകും. അമിതമായ പകലുറക്കം നിങ്ങളുടെ ശ്രദ്ധയെയും തടസ്സപ്പെടുത്തിയേക്കാം. അത്തരം ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ അസ്വസ്ഥരാകുകയും ചെയ്യും. അമിതമായ പകലുറക്കം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ഓർമ്മിക്കാനും ബുദ്ധിമുട്ടാണ്. പല കാരണങ്ങളാണ് ഈ അമിതമായ പകൽ ഉറക്കത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. നീണ്ട ജോലി സമയം, ഉറക്കമില്ലായ്മ, ക്രമരഹിതമായ ഷെഡ്യൂളുകൾ, മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ നീണ്ടു നിൽക്കുന്ന ഉറക്കമില്ലായ്മ, ഇതെല്ലാം ഉറക്കക്കുറവിന് കാരണമാകും. രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കാത്തത് അമിതമായ ഉറക്കത്തിലേക്ക് പകൽ നയിക്കും. ഉറങ്ങുമ്പോൾ വാഷ്റൂം ഉപയോഗിക്കാനായി ഒന്നിലധികം തവണ എഴുന്നേൽക്കുന്നവരിൽ ഈ ഉറക്കചക്രത്തിൻ്റെ സ്വാഭാവിക പുരോഗതിയും തടസ്സപ്പെടും. ഇത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള സ്ലോ വേവ് ഉറക്കത്തിൻ്റെ അനുപാതവും കുറയ്ക്കും. പുകവലി അല്ലെങ്കിൽ പകൽ സമയത്ത് വേണ്ടത്ര വ്യായാമം ചെയ്യാതിരിക്കുന്ന തുടങ്ങിയ ജീവിതശൈലി ശീലങ്ങൾ മോശമായാലും അത് ഈ ഉറക്കത്തിൻ്റെ ഗുണനിലവാരത്തിലേക്ക് നയിച്ചേക്കാം. ഇത് അമിതമായ പകലുറക്കത്തിന് കാരണമായേക്കും. വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും അമിതമായ പകലുറക്കത്തിന് കാരണമാകും. ഉത്കണ്ഠ, വിഷാദം, ലൂപ്പസ്, സ്ക്രീസോഫ്രീനിയ, പാർക്കിൻസൺ രോഗം, പൊണ്ണത്തടി, വേദന, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നിവയാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ. നിങ്ങൾ എല്ലായ്പ്പോഴും ഉറക്കം വരികയും ഉറക്കം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തുവെങ്കിൽ നിങ്ങൾ മടിക്കാതെ ഒരു ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കണം. രാത്രിയിൽ നിങ്ങൾക്ക് ഊർക്കം വലിച്ചോ, ശ്വാസം മുട്ടുന്നോ, കാലുകൾ ചലിപ്പിക്കുന്നോ ആണോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും. ഉറക്ക പ്രശ്നമാണ് നിങ്ങളുടെ ഉറക്കത്തിന് അടിസ്ഥാന കാരണമെന്ന് അവർ സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റിനെയും കണ്ടേക്കാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.